2019 അക്ഷയ് കുമാർ, കരീന കപൂർ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് ഗുഡ് ന്യൂസ്. സിനിമയിൽ അക്ഷയ് കുമാർ സുഹൃത്തുക്കളോട് ബെറ്റ് വെച്ച ശേഷം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കരീന കപൂർ TV ഓഫ് ചെയ്യുന്നുണ്ട്. സെമി ഫൈനൽ മത്സരം നടക്കുകയാണ്, എന്തിനാണ് TV ഓഫ് ചെയ്തത് എന്നും അദ്ദേഹം അവരോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 4th Paytm ODI മാച്ചായിരുന്നു. ഏതോ ടൂർണമെന്റിന്റെ സെമി ഫൈനലാണെന്ന് വിചാരിച്ച് തകർത്തു ബെറ്റ് വെക്കുകയായിരുന്നു ഈ കടുത്ത ക്രിക്കറ്റ് ആരാധകൻ. വിജയ് നായകനായി 2019 പുറത്തിറങ്ങിയ സിനിമയാണ് ബിഗിൽ. സിനിമയിൽ വിജയുടെ കഥാപാത്രമായ രായപ്പന്റെ ഒരു മാസ് ഇൻട്രോ സീനുണ്ട്. IM വിജയന്റെയും ബാലാജിയുടെയും നേതൃത്വത്തിൽ 10-50ഓളം വില്ലന്മാർ രായപ്പനെ വളഞ്ഞിട്ട് വധിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കയ്യിൽ കരുതിയിരുന്ന കത്തിയുടെ സഹായത്തോടെ ആക്രമിക്കാൻ വന്ന എല്ലാ വില്ലന്മാരുടെയും കഴുത്തറുത്ത് വിടുകയാണ് രായപ്പൻ. ഇതിനുശേഷം രായപ്പൻ മൂളിപ്പാട്ട് പാടുമ്പോൾ കഴുത്തിന് വെട്ടുകൊണ്ട് തറയിൽ കിടന്ന വില്ലന്മാർ ചാടി എണീറ്റ് ഓടുന്നതായി കാണാം. കഴുത്തറുത്തതിനേക്കാൾ അസഹനീയമാണ് രായപ്പന്റെ പാട്ട് എന്ന് തിരിച്ചറിയുകയായിരുന്നു വില്ലന്മാർ. 2017 മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ സിനിമയാണ് ദ ഗ്രേറ്റ് ഫാദർ. സിനിമയിൽ ലിഫ്റ്റിൽ കയറിയ പ്രശാന്ത് അലക്സാണ്ടറിന്റെ കഥാപാത്രം മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും ഒരു പെൻഡ്രൈവ് വാങ്ങുന്നുണ്ട്. തുടർന്ന് അത് പഴയ 4GB പെൻഡ്രൈവ് ആണെന്നും 2 സിനിമ പോലും കയറില്ല എന്നും പറഞ്ഞ് അദ്ദേഹം പുച്ഛിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ആ പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ അത് 1DBയുടെ ഹാർഡ് ഡിസ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നതായി കാണാം. പഴയ 4GB പെൻഡ്രൈവ് കൊണ്ട് ഇങ്ങനെയും ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരികയാണ് അദ്ദേഹം. ജയം രവി നായകനായി 2021 പുറത്തിറങ്ങിയ സിനിമയാണ് ഭൂമി. ഭൂമിനാഥൻ എന്ന നാസ സയന്റിസ്റ്റിന്റെ വേഷമാണ് അദ്ദേഹം ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. സിനിമയിൽ നായകൻ നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ ഫാമിലെ ജോലിക്കാർ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ബോധം കെട്ട് വീഴുന്നുണ്ട്. ഇത് കണ്ട് പരിഭ്രാന്തനായ നായകൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ്. വിഷബാധയ്ക്ക് കാരണം ഏതോ പുതിയ തരം വൈറസാണെന്ന് ഡോക്ടർ അഭിപ്രായപ്പെടുമ്പോൾ ഒരു ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് ആ വൈറസുകളെ കണ്ടെത്തുകയാണ് ബുദ്ധിമാനായ ഭൂമിനാഥൻ. ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഭൂമിനാഥൻ ഇന്ന് നാസയിലെ മിടുക്കനായ ഒരു സയന്റിസ്റ്റായി തീരാനുള്ള കാരണം ഒരു ചെറിയ സീനിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് സംവിധായകൻ. വിജയ് നായകനായി 2021 പുറത്തിറങ്ങിയ സിനിമയാണ് മാസ്റ്റർ. JD എന്ന മദ്യപാനിയായ ഒരു പ്രൊഫസറുടെ വേഷമാണ് ചിത്രത്തിൽ വിജയ് അവതരിപ്പിച്ചത്. സിനിമയിൽ വിജയുടെ ഇൻട്രോ സീനിൽ ഒരു ബസ്സിലേക്ക് ഓടിക്കേറിയ അദ്ദേഹം അതിലുണ്ടായിരുന്ന ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കുകയാണ്. തുടർന്ന് വിജയ് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒരു ഗുണ്ട പിറകിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഷട്ടിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. കടുത്ത വിജയ് ആരാധകനായ ആ ഗുണ്ട ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഷട്ടിൽ കയറി പിടിച്ചത്. എന്നാൽ മനസാക്ഷിയില്ലാത്ത വിജയ് ആ പാവത്തിനെ ചുരുട്ടിക്കൂട്ടി പുറത്തേക്ക് എറിയുകയാണ് ഉണ്ടായത്. നയൻതാര കേന്ദ്ര കഥാപാത്രമായി 2020 പുറത്തിറങ്ങിയ ഫാന്റസി സിനിമയാണ് മൂക്കുത്തി അമ്മൻ. ഈ സിനിമയിൽ വിശ്വാസികളെ കബളിപ്പിക്കുന്ന ഒരു ആൾദൈവം നടത്തുന്ന സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് വരികയാണ് നയൻതാരയുടെ കഥാപാത്രവും ദേവിയുമായ മൂക്കുത്തി അമ്മൻ. തുടർന്ന് ആൾദൈവത്തിന്റെ കള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും പെട്ടെന്ന് ജനങ്ങളുടെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട സ്റ്റേജിലുള്ളവർ ഈ കാഴ്ച വിശ്വസിക്കാനാവാതെ മുകളിലോട്ടും മറ്റും നോക്കുകയാണ്. എന്നാൽ ഈ പ്രോഗ്രാം TVയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇത് കണ്ട് മുകളിലോട്ട് നോക്കിയിരിക്കുന്നതായി കാണാം. ആദ്യമായി ഒരു ദൈവത്തെ കണ്ടതിന്റെ ഞെട്ടലിൽ TVയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പോലും അവർ മറന്നുപോവുകയായിരുന്നു. 2022 മധുബാല കേന്ദ്ര കഥാപാത്രമായി പുറത്തിറങ്ങിയ സിനിമയാണ് ദേജാവു. ഈ സിനിമയിൽ വില്ലന്മാർ ഒരു പെൺകുട്ടിയെ കൊന്ന ശേഷം ഡെഡ് ബോഡി കായലിൽ കൊണ്ടിടുന്നുണ്ട്. പിന്നീട് പോലീസുകാർ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ ആ ഡെഡ് ബോഡി കായലിൽ നിന്നും കണ്ടെത്തുകയാണ്. തുടർന്ന് ആ ഡെഡ് ബോഡി ഒരു സ്ട്രെച്ചറിലേക്ക് എടുത്തു വെച്ച ശേഷം ഒരു പോലീസുകാരൻ അതിന്റെ വലത് കൈ നേരെ എടുത്തു വെക്കുമ്പോൾ ഡെഡ് ബോഡി തന്റെ ഇടത് കൈ സ്വയം പൊക്കി നേരെ വെക്കുന്നതായി കാണാം. ചത്ത് കിടന്നാലും നേരെ ചൊവ്വേ കിടക്കണം എന്ന നിലപാടായിരുന്നു ആ ഡെഡ് ബോഡിക്ക്. 2021 മമ്മൂട്ടി ഫാദർ കാർമൻ ബെനഡിക്റ്റായി അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ദ പ്രീസ്റ്റ്. സിനിമയിൽ ഫാദർ ബെനഡിക്റ്റ് സിദ്ധാർത്ഥ എന്ന കഥാപാത്രത്തിന്റെ ഫ്ളാറ്റിൽ എത്തിയ ശേഷം തനിക്കും കൂടി ഒരു ചായ ഇട്ടുകൊണ്ടുവരാൻ പറയുകയാണ്. ഇത് കേട്ട സിദ്ധാർത്ഥ് അദ്ദേഹത്തിന് ചായ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചായ കുടിച്ച ശേഷം തന്റെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച സിദ്ധാർത്ഥിനെ അദ്ദേഹം ചെവുക്കുറ്റി നോക്കി അടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചായ ഉണ്ടാക്കാൻ സിദ്ധാർത്ഥ് ഉപയോഗിച്ചത് കോഫി പൗഡർ ആയിരുന്നു. ചായ ആണെന്നും പറഞ്ഞ് കോഫി ഉണ്ടാക്കി കൊടുത്തതുകൊണ്ടായിരിക്കാം ഫാദർ ബെനഡിക്റ്റ് വയലന്റ് ആയത്. സിദ്ദിഖ്, ശ്വേതാ മേനോൻ എന്നിവർ അഭിനയിച്ച് സീരിയലുകളെ വെല്ലുന്ന രീതിയിൽ 2012 പുറത്തിറങ്ങിയ സിനിമയാണ് ആകസ്മികം. സിനിമയിൽ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അലമാരയ്ക്കുള്ളിൽ അകപ്പെടുകയാണ് ഈ പെൺകുട്ടി.
തുടർന്ന് രക്ഷപ്പെടാനായി മരണവെപ്രാളത്തിൽ അലമാരയിട്ട് കുലുക്കുകയാണ് ആ പാവം. എന്നാൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കി സഹായിക്കാൻ തയ്യാറായ ഒരു അദൃശ്യ ശക്തിയുടെ കൈകൾ നമുക്ക് കാണാൻ കഴിയും. ആരുമില്ലാത്തവർക്ക് ദൈവം കൂടെ ഉണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഡയറക്ടർ. സൂര്യ, ജ്യോതിക എന്നിവർ നായികാനായകന്മാരായി അഭിനയിച്ച് 2000-ൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഉയിരിലെ കലന്ത്. ഈ സിനിമയിൽ രാത്രി പെരുമഴയത്ത് നടുറോഡിൽ ബെഡും വിരിച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്ന സൂര്യയും വില്ലന്മാരെയും കാണാൻ കഴിയും. തൊട്ടടുത്ത സീനിൽ ഡയറക്ടർ ഷൂട്ട് ചെയ്ത ഇതേ ഫൈറ്റ് സീൻ ടിവിയിൽ കാണുന്ന നായകന്റെ ചേട്ടനെയും കാണാം. താൻ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ ഉടനടി നായകന്റെ ചേട്ടൻ എത്തിച്ചു കൊടുത്ത സംവിധായകൻ ചേട്ടന്റെ ആത്മമിത്രമാണെന്ന് വേണം അനുമാനിക്കാൻ. വിജയ് ആന്റണി നായകനായി 2021-ൽ റിലീസായ സിനിമയാണ് കോടിയിലൊരുവൻ. സിനിമയിൽ നായകനും വില്ലനും തമ്മിൽ ഒരു ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്. ഇലക്ഷന്റെ ആവശ്യങ്ങൾക്കായി സഹായികൾക്ക് പണം വീതിച്ചു കൊടുക്കുകയാണ് വില്ലന്റെ കൂട്ടാളികളിൽ ഒരാൾ. എന്നാൽ വീതം വെക്കുന്ന 2000-ന്റെ നോട്ടുകൾക്കെല്ലാം ഒരേ നമ്പറാണ്. കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 2000-ന്റെ നോട്ട് പ്രിന്റ് എടുത്ത് തന്റെ സഹായികളെ തൃപ്തിപ്പെടുത്തിയ മഹാമനസ്കനായിരുന്നു ഈ സിനിമയിലെ മെയിൻ വില്ലൻ. 2002-ൽ തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഫിലിമായി തെരഞ്ഞെടുത്ത ചിത്രമായിരുന്നു AR മുരുകദോസ് സംവിധാനം ചെയ്ത് വിജയകാന്ത് നായകനായ രമണ. അഴിമതിക്കാർക്കെതിരെ പോരാടുന്ന ഒരു പ്രൊഫസറിന്റെ വേഷമാണ് ഈ സിനിമയിൽ നായകനായ വിജയകാന്ത് അവതരിപ്പിച്ചത്. ചിത്രത്തിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അദ്ദേഹം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിനായി അദ്ദേഹം ഉപയോഗിച്ച സോഫ്റ്റ്വെയറാണ് വിൻഡോസ് മീഡിയ പ്ലെയർ. മൈക്രോസോഫ്റ്റിനു പോലും അറിയാത്ത വിൻഡോസ് മീഡിയ പ്ലെയറിന്റെ ഈ അനന്ത സാധ്യതകൾ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു നായകൻ. രാംചരൺ, കാജൽ അഗർവാൾ എന്നിവർ ജോഡികളായി 2009-ൽ ഇറങ്ങിയ രാജമൗലി ചിത്രമാണ് മഗധീര. സിനിമയിൽ നായികയെ പിന്തുടരുന്നതിനിടയിൽ ഹെലികോപ്റ്ററിൽ നിന്നും ജലാശയത്തിലേക്ക് വീഴുകയാണ് നായകൻ. തുടർന്ന് ആ വെള്ളത്തിനുള്ളിൽ കിടന്ന് കഴിഞ്ഞ ജന്മത്തിലെ കഥകൾ മുഴുവൻ ഓർത്തെടുക്കുകയാണ് അദ്ദേഹം. കഥ കഴിയുമ്പോൾ കുറച്ചു പേർ വന്ന് അദ്ദേഹത്തെ വെള്ളത്തിൽ നിന്നും പൊക്കിയെടുത്തോണ്ട് പോകുന്നുണ്ട്. എന്നാൽ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ നായകൻ ഇടത് കൈയിൽ കെട്ടിയിരുന്ന വാച്ച് പിന്നീട് രക്ഷിച്ചുകൊണ്ടു പോകുമ്പോൾ വലത് കൈയിലോട്ട് മാറിയതായി കാണാം. വെള്ളത്തിനടിയിൽ ബോധമില്ലാതെ കിടക്കുമ്പോഴും വാച്ച് അയച്ചു മാറ്റിക്കെട്ടിയ ഇദ്ദേഹം ശരിക്കും ഒരു ക്ഷത്രിയൻ തന്നെ. ക്ഷത്രിയ രക്ത എന്റെ കരളുറപ്പ, മരിക്കുന്നെങ്കിൽ അംഗം വെട്ടിയെ മരിക്കൂ. ഒരു ഒളിച്ചോട്ടത്തിന് ഒരിക്കലും അവൻ തയ്യാറാവില്ല. 2017-ൽ മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മാസ്റ്റർ പീസ്. കേസന്വേഷണത്തിന്റെ ഭാഗമായി കോളേജ് ലെക്ചറായ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ എന്ന ഫേക്ക് ഐഡന്റിറ്റിയിൽ എത്തുന്ന ഒരു IPS ഓഫീസറിന്റെ റോളായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. സ്റ്റുഡൻസിന്റെ ഹീറോ ആയി മാറിയ എഡ്വേർഡ് സാറും പിള്ളേരും ചേർന്ന് സോഷ്യൽ സർവീസിന്റെ ഭാഗമായി കോളേജ് മുഴുവൻ വൃത്തിയാക്കുന്നുണ്ട്. എന്നാൽ വൃത്തിയാക്കിയ സന്തോഷം അവർ പങ്കുവച്ചത് പേപ്പറുകൾ കീറിയെറിഞ്ഞുകൊണ്ടായിരുന്നു. പലതരം സോഷ്യൽ സർവീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വ്യത്യസ്തമായ ഒരു സോഷ്യൽ സർവീസ് ഒരു പുതുമയുള്ളതായിരുന്നു. കലാഭവൻ റഹ്മാൻ എന്നിവർ നായകന്മാരായി അഭിനയിച്ച് 2007-ൽ പുറത്തിറങ്ങിയ ആക്ഷൻ സിനിമയാണ് എബ്രഹാം ലിങ്കൺ. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലേക്ക് ചാടാനായി മുകളിൽ വെച്ചിരിക്കുന്ന ഫ്ലെക്സിൽ നേരത്തെ കസേരയിട്ടിരിക്കുകയാണ് നായകന്മാർ. തുടർന്ന് വണ്ടി വരുമ്പോൾ ഫ്ലെക്സിൽ നിന്ന് അതിസാഹസികമായി വണ്ടിയിലേക്ക് എടുത്തു ചാടുകയാണ് രണ്ടുപേരും. ഫ്ലക്സ് ബോർഡ് കൊണ്ട് ഇങ്ങനെയും ചില ഉപയോഗങ്ങൾ ഉണ്ടെന്ന് കാണിച്ചു തന്ന നായകന്മാർ തീർച്ചയായും ഒരു കയ്യടി അർഹിക്കുന്നു.